മാതാപിതാക്കളോട് ഗുണം ചെയ്യണം. അവിടങ്ങളിൽ ന്യായാന്യായങ്ങളൊന്നും പറയരുത്. എന്താ അല്ലാഹു തആല പറഞ്ഞ രീതി എങ്ങനെയാണ്, ശൈലി എങ്ങനെയാണ്? ചിലർക്ക് പറയാനുണ്ടാകും, എന്റെ വാപ്പ ഞാൻ ജനിച്ചു 3-ാമത്തെ വയസ്സിൽ അങ്ങ് മരിച്ചുപോയി, 4-ാം വയസ്സെനിക്കായപ്പോ എന്റെ ഉമ്മ വേറെ വിവാഹം ചെയ്തു പോയതാണ്, ഞാൻ വളർന്നത് എന്റെ വല്യുമ്മാന്റെ അടുത്താണ്, അതുകൊണ്ട് എന്റെ ഉമ്മയോട് എനിക്കൊരു ബാധ്യതയില്ലാന്ന് ന്യായാന്യായങ്ങളൊന്നും പറയരുത്. അങ്ങനൊന്നും പറയരുത്. എന്റെ വാപ്പ എന്നെ നോക്കിയിട്ടില്ല, ഉമ്മയെ എന്റെ വാപ്പ എനിക്ക് 3 വയസ്സാകുമ്പോ ത്വലാഖ് ചൊല്ലിയതാ, വാപ്പയുടെ ഒരു തണലും എനിക്ക് കിട്ടിയിട്ടില്ല. ന്യായാന്യായങ്ങളൊന്നും പറയരുത്. വവസ്വൈനൽ ഇൻസാൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിന്റെ മുമ്പിൽ ന്യായാന്യായങ്ങളൊന്നും സ്വീകാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. അതെന്റെ വസിയ്യത്താ. എന്താ കാരണം? ഹമലതുഹു ഉമ്മുഹു കുർഹാ വവളഅതുഹു കുർഹാ. ഗർഭം ധരിക്കാന്നുള്ളത് തന്നെ വലിയൊരു പ്രയാസം. അതിന്റെ ശേഷല്ലേ ബാക്കിയുള്ളതൊക്കെ, അതിന്റെ ശേഷല്ലേ. ഹമലതുഹു ഉമ്മുഹു കുർഹാ വവളഅതുഹു കുർഹാ. ഏതൊരാളെയും അയാളുടെ മാതാവ് ഗർഭം ധരിച്ചതേറെ പ്രയാസങ്ങൾ സഹിച്ചാണ്, പ്രസവിച്ചതും ഏറെ പ്രയാസങ്ങൾ സഹിച്ചാണ്. അറിയോ ആ പ്രയാസം എന്താണ്? അറിയോ അറിയോ നിങ്ങൾ ഉണ്ടില്ലേ? അറിയോ? ചോദിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ചോദിക്കണം. ചോദിച്ചാൽ മനസ്സിലാവും. ഭാര്യമാരോട് ചോദിച്ചാൽ മതി, ഉമ്മമാരോട് ചോദിച്ചാൽ അവർ നമ്മളെ വിഷമിപ്പിക്കില്ല. ഗർഭകാലഘട്ടത്തിന്റെ പ്രയാസമെന്ന് ഭാര്യമാർ പറഞ്ഞു തരും. രാജാതിരാജനായ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചിട്ട് റസൂലുള്ളാഹിക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ, ഗർഭകാലഘട്ടം പ്രയാസമാണ്, ക്ഷീണമാണ്, ലോകത്ത് തുല്യതയില്ലാത്ത ക്ഷീണമാണ് ഗർഭകാലഘട്ടത്തിലെ ക്ഷീണമെന്ന് രാജാതിരാജനായ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കാൻ. ഗർഭകാലഘട്ടത്തിലെ പ്രയാസങ്ങൾ എന്തെന്ന് പറയാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനും കഴിയില്ല, ഗൈനക്കോളജിസ്റ്റിനും കഴിയില്ല. കാലഘട്ടത്തിലെ പ്രയാസം പറഞ്ഞു തരാൻ ഒരു ശാസ്ത്ര വിദഗ്ധനും അത് എഴുതി പിടിപ്പിക്കാനും കഴിയില്ല. ഹമലതുഹു ഉമ്മുഹു കുർഹാ. ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞില്ലേ, ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. ക്ഷീണത്തിനു മേൽ ക്ഷീണം സഹിച്ചാണ് ഏതൊരാളെയും അയാളുടെ മാതാവ് ഗർഭം ധരിക്കുന്നത്. 1-ാം മാസം അസഹനീയ ക്ഷീണം, 2-ാമത്തെ മാസം അതിനേക്കാളും ക്ഷീണമാണ്, 3-ാമത്തെ മാസം അതിനേക്കാളും ക്ഷീണമാണ്, 4-ാം മാസവും ക്ഷീണം തന്നെയാ. അസഹനീയമായ ക്ഷീണം എന്ന് തന്നെ പറയാൻ. അത് വണ്ടിയിലെ ചില ഗർഭിണികളൊക്കെ ഗർഭമായ സമയം മുതൽ ഛർദി, പ്രസവിക്കുന്നത് വരെ 9 മാസവും ഛർദിയാൻ. ചില സഹോദരിമാരെ കണ്ടില്ലേ, അവർ ഗർഭകാലഘട്ടം മുഴുവനും സ്ട്രിപ്പിട്ട് അങ്ങനെ ജീവിച്ചു പോകലാണ്. പ്രയാസ, ക്ഷീണാണ്. അല്ലാഹു പറഞ്ഞു തരാൻ, ഏതൊരാളും ഉമ്മയെ അനുസരിക്കാതിരിക്കുന്നു, എടാ നീ ചിന്തിക്കണം, മറന്നു പോകരുത്. ഉമ്മയെ ധിക്കരിക്കാൻ നിനക്ക് തോന്നുമ്പോ നീ ചിന്തിക്കണം, നിനക്ക് വേണ്ടി വേദനിച്ച പെണ്ണാണ് ഉമ്മ എന്ന് നിന്റെ മനസ്സിലൂടെ കടന്നു പോകണം. അത് എത്ര 1, 2, 3 ദിവസമല്ല, 10 മാസത്തോളം ആ ഉമ്മയെ പിന്നെയും നീ വേദനിപ്പിക്കരുത്. ആ ഉമ്മയെ പിന്നെയും വേദനിപ്പിക്കുക, അത് ചെയ്യരുത്. അല്ലാഹു തആല പറഞ്ഞു തരാൻ. 9 മാസം അല്ലേ, 6-7 മാസമൊക്കെ ആകുമ്പോ 8-ാമത്തെ മാസത്തിലേക്ക് കടന്നപ്പോഴാണ് കാലില് ഞരമ്പുകളൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ആ കാലിലെ ഞരമ്പിലെ രക്തമൊക്കെ ഇങ്ങനെ തടിച്ചു നിൽക്കുകയാണ്. ഏത് സമയത്തും പൊട്ടി ഒലിക്കാനുള്ള സാധ്യതയുണ്ട്, ജീവാപായമുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ അങ്ങനെ കണ്ടിട്ട് പോലും ആ ഉമ്മായിയുടെ മനസ്സ് തളർന്നു പോകുന്നില്ല. എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നേനെ. ഇതല്ലേ
ആ പെണ്ണ് ചിന്തിച്ചിട്ടുള്ളോ? നിങ്ങൾ ചിന്തിച്ചു നോക്കണേ. ഗർഭകാലഘട്ടം തുടങ്ങിയ അന്ന് മുതൽ ഡോക്ടർ പറഞ്ഞതാ ഇന്ന സൈഡിലേക്ക് ചെരിഞ്ഞേ കിടക്കാവൂ, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രയാസം ഉണ്ടാവൂ. അന്ന് മുതൽ 10 മാസവും എനിക്കും നിങ്ങൾക്കും വേണ്ടി അപകടം വരാതിരിക്കാൻ അതേ ദിശയിലേക്ക് ചെരിഞ്ഞു കിടന്ന പെണ്ണിന്റെ പേരാണ് പ്രിയപ്പെട്ട ഉമ്മ എന്ന്. ആലോചിക്കണേ, ആ ഉമ്മ എന്ന ആ പെണ്ണിന്റെ പേരാണ് ആകാശത്തിൽ ചുവട്ടിൽ നമുക്ക് വേണ്ടി കടന്ന പെണ്ണിന്റെ പേരാണ് പ്രിയപ്പെട്ട ഉമ്മ. നിങ്ങൾ ആലോചിക്കണം, ഗർഭകാലഘട്ടത്തിൽ ഇന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്, അബോർഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പോലും ഗർഭകാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി വർജിച്ച പെണ്ണിന്റെ പേരാണ് ഉമ്മ. അപ്പൊ പിന്നെ ആ ഉമ്മാക്ക് പ്രായാധിക്യമായപ്പോ ഉമ്മാക്ക് ഇന്ന ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ കുറിച്ചു കൊടുത്തു. ആ ഉമ്മാന്റെ മുന്നിലിരുന്നിട്ട് ഉമ്മാക്ക് കൊതിയുള്ള, ഉമ്മാക്ക് കഴിക്കാൻ പാടില്ലാത്ത, എന്നാൽ ഉമ്മാക്ക് ഏറെ ഇഷ്ടമുള്ള ഭക്ഷണം ഉമ്മയുടെ മുഖത്ത് നോക്കി തിന്നുന്നവനെ, തിന്നുന്ന മോനെ, മോളെ, നിനക്കെങ്ങനെ അതിന് കഴിയുന്നു എന്നാണ് ഖുർആൻ ചോദിക്കുന്ന ഭാഷ്യമതാണ്. വീട്ടിലുണ്ടാവും വയസ്സായ വാപ്പിമ്മയോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് ഷുഗറോ മറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന ഭക്ഷണം കൊടുക്കരുത്. എന്നാ പിന്നെ വീട്ടിലാ ഭക്ഷണം വേണ്ടാന്ന് വെക്കുക. വീട്ടിലെന്നാ പിന്നെ ഉമ്മാക്ക് വേണ്ടാത്തൊരു ഭക്ഷണം എങ്ങനെ ഉമ്മയുടെ മുഖത്ത് നോക്കി കഴിക്കുന്നു ചിന്തിക്കാനും കഴിയാ. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് രോഗമായപ്പോ കുറച്ചു കാലത്തേക്ക് ഇന്ന ഭക്ഷണം ഈ കുട്ടിക്ക് കൊടുക്കരുത് എന്ന് ഡോക്ടർ വിധിച്ചപ്പോഴല്ലേ ആ കാലം അത്രയും ആ ഭക്ഷണം വീട്ടിൽ വാങ്ങണ്ട എന്ന് തീരുമാനിച്ചത് ഉമ്മയും ഉപ്പയും. എന്താ കാരണം? അത് മകന് കണ്ടാൽ കൊതിയാകും. അവന്റെ മുഖത്ത് നോക്കിയിട്ട് അവന് തിന്നാൻ കഴിയാത്ത ഭക്ഷണം നമ്മൾ എങ്ങനെ തിന്നുമെന്ന് ചോദിച്ച മാതാപിതാക്കൾ. ചിന്തിക്ക്, ഖുർആൻ ഭയങ്കര ഗൗരവത്തിലായ വിഷയം സംസാരിച്ചു. ഭയങ്കര ഗൗരവത്തിലാണ്. മാത്രമല്ല വഹംലുഹു വഫിസാലുഹു, ഖുർആൻ തന്നെ പറഞ്ഞല്ല വവളഅതുഹു ഖുർഹാ വവളഅതുഹു ഖുർഹാ. ഞാൻ എൻ്റെ ഉമ്മയാരെ എന്ന് തിരിച്ചറിഞ്ഞത് എൻ്റെ ഭാര്യ എൻ്റെ മകളെ ഗർഭം ധരിച്ചിരുന്ന സമയത്താണ്. ഇതൊക്കെ വയല് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തുന്നത് രാത്രി 2 മണിക്ക്. കോളിംഗ് ബെല്ലടിച്ചപാടെ തന്നെ വാതിൽ തുറക്കപ്പെട്ടു. ഞാൻ വീട്ടിൻ്റെ അകത്ത് കയറി ഭാര്യയോട് ചോദിച്ചു, ഉറങ്ങിയിട്ടില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു ഉറക്കം വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താ ഉറങ്ങാതിരുന്നത്? എന്നോട് പറഞ്ഞു രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. വയറിനകത്ത് നിന്ന് സൂചിയുടെ മുന കൊണ്ടിങ്ങനെ കുത്തുന്ന പോലെ ഒരു വേദന. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്ര നേരമായിട്ട് എന്തേ പറയാതിരുന്നത്? രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്, പ്രഭാതത്തിൽ ആരംഭിച്ചതാണ്, രാത്രി 2 മണിയായി. നിങ്ങൾ ആലോചിക്കണം, എത്ര മണിക്കൂറായി? 16 മണിക്കൂറായി ഈ സൂചിയുടെ മുന കൊണ്ട് ഇങ്ങനെ കുത്തുന്ന പോലെയുള്ള വേദന. ഞാൻ പറഞ്ഞു, എഴുന്നേൽക്ക്, ഡ്രസ് മാറ്റ്, ഡോക്ടറെ കാണിക്കാം. എന്നോട് പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു, ഇല്ല എഴുന്നേൽക്ക്. എന്നോട് പറഞ്ഞു, അതൊക്കെ ഗർഭകാലഘട്ടത്തിലെ ചില അസ്വസ്ഥതകളാണ്. അങ്ങനെ എത്രയെത്ര വേദനകൾ. പിന്നെയും അവരെ നീ വേദനിപ്പിക്കരുത് എന്ന് അല്ലാഹു. പിന്നെയും നീ അവരെ വേദനിപ്പിക്കരുത്. അല്ലാഹു പറഞ്ഞത് പിന്നെയും അവരെ നീ വേദനിപ്പിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അങ്ങനെയല്ലേ സംസാരിച്ചത്? ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണേ. റസൂലുള്ളാഹി പറഞ്ഞത്, ഉമ്മയെ വേദനിപ്പിച്ചാൽ, ഉപ്പയെ വേദനിപ്പിച്ചാൽ അത് റബ്ബിനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. രാജാതിരാജനായ അല്ലാഹു വേദനിക്കും. വാപ്പയും ഉമ്മയും വേദനിച്ച മനസ്സുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അതിന്റെയും അല്ലാഹു ഉത്തരം നൽകുന്നതിന്റെയും ഇടയിൽ മറയില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്ര വലിയ മഹാനാണെങ്കിലും മറയില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആക്ക് ഉടനടി ഉത്തരമുള്ള 3 പ്രാർത്ഥനകളുണ്ട്.
ആ ദുആയുടെയും ഉത്തരത്തിന്റെയും ഇടയിൽ മറയില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് റസൂലുള്ളാഹി പറഞ്ഞതെന്താ? ദഅവത്തുൽ മദ്ലൂമി അലൽ ളാലിം, അക്രമിക്കെതിരായി അക്രമിക്കപ്പെട്ടവൻ ചെയ്യുന്ന ദുആ ഉടനടി ഉത്തരമാണ്. രണ്ടേതാണ്? രണ്ടല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദഅവത്തുൽ മുസാഫിർ, ഹലാലായി യാത്ര പോകുന്ന ആരുടെ ദുആ ഉടനടി ഉത്തരമുള്ള ദുആയാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമാ, മാതാപിതാക്കൾക്കെതിരായി മക്കൾ ചെയ്യുന്ന ദുആ ഉടനടി ഉത്തരമുള്ള ദുആയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരായാലും, അത് എത്ര വലിയ മഹാനാണെങ്കിലും വാപ്പിമ്മ എതിരായി ദ്വാരുന്നോ ഉടനെ ഫലിക്കുന്ന, എത്ര റബ്ബിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിലും അത് റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കാൻ, ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയിട്ടുണ്ടോ? ഉപ്പാന്റെ പൊരുത്തം വാങ്ങിയിട്ടുണ്ടോ? ഉമ്മയുപ്പയും മരിച്ചുപോയവർ ഈ സദസ്സിലെമ്പാടുണ്ടാകൂലേ? ഞാൻ ചോദിക്കട്ടെ, അവരുടെ മരണത്തിന് മുമ്പ് അവർ നമ്മുടെ കാര്യത്തിൽ സംതൃപ്തരായിട്ടാണോ മരിച്ചുപോയത്? ഉറപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ലേ? നമ്മുടെ കാര്യം അബദ്ധത്തിലാകാം. അല്ലാഹു പുറത്തു തരട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ബനു ഇസ്രായീലിലെ ഒരു മഹാനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? ജുറൈജ് എന്നല്ലേ ആ മഹാന്റെ പേര്. ഇസ്രായീലിൽപ്പെട്ട മഹാനാണ്. വർഷങ്ങളോളം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത മഹാനാണ്. അല്ലാഹുവിനെ ഇബാദത്തല്ലാതെ മറ്റൊരു കാര്യത്തിലും ചിന്തിക്കാതെ ജീവിച്ച മഹാനാണ് ജുറൈജ്. മലമുകളിൽ ഒരു പർണശാല ഉണ്ടാക്കി. ആ പർണശാലയിൽ ഇരുന്ന റബ്ബിനെ ഇബാദത്ത് ചെയ്യലായിരുന്നു ജുറൈജിന്റെ പണി. ഉമ്മ വീട്ടിന്റെ അകത്താറുള്ളത്, ജുറൈജ് പർണശാലയിലാണ്, മലമുകളിലാണ്, ഇബാദത്തിലാണ്. ഉമ്മാക്ക് മകനെ കാണാൻ ആഗ്രഹം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ. ഒരിക്കൽ ഞാൻ ഒരാളെ കണ്ടപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, നാട്ടിലൊക്കെ പോകാറുണ്ടോ? അപ്പൊ എന്നോട് പറഞ്ഞു, 5 കൊല്ലത്തിൽ ഒരിക്കൽ ഞാൻ പോകാറുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ ലീവ് കിട്ടാത്തത് കൊണ്ടാണോ? എന്നോട് പറഞ്ഞു, അല്ല. പിന്നെയോ? ഫാമിലി ഒക്കെ ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, നാട്ടിലാരുമില്ലേ? എന്നോട് പറഞ്ഞു, ഉണ്ട്. ഞാൻ ചോദിച്ചു, ആര്? വാപ്പിമ്മി. അപ്പൊ ഭാര്യ മക്കളൊക്കെ ഗൾഫിലുള്ളതുണ്ട്. ഉപ്പാനിമ്മാനും കാണാൻ 5 കൊല്ലത്തിൽ ഒരു തവണയാ പോകാറുള്ളത്. അവരെ കേൾക്കണം. ജുറൈജിന്റെ മാതാവിന്റെ ഒരാഗ്രഹം, പൊന്നുമോനെ കാണണമെന്ന്. ഉമ്മ വീട്ടിൽ നിന്നിറങ്ങി. ആരാ ഇത് കറ പറയുന്നത്? ഏതെങ്കിലും കിതാബിൽ ആരെങ്കിലും എഴുതി വെച്ചതല്ല. ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുറൈജിന്റെ ഉമ്മ അങ്ങനെ ജുറൈജിന്റെ പർണശാലയുടെ അടുത്തെത്തി. വിളിച്ചു. ജുറൈജ് നിസ്കാരത്തിലാണപ്പോ, മോനെ ജുറൈജ്, മോനെ ജുറൈജ്, ഒന്നൊന്നങ്ങ് വാടാ, ഉമ്മാക്ക് പൊന്നുമോനെ കാണാൻ പുതിയായിട്ടാണടാ. ജുറൈജിനെ വിളിക്കുകയാണ് ഉമ്മ. ജുറൈജ് അപ്പൊ സ്വലാത്ത് നിസ്കാരത്തിലാണ്, സുജൂദിലാണ്, അള്ളാന്റെ മുമ്പിലാണ്. ജുറൈജ് ചിന്തിച്ചു, വിളിക്കുന്നത് എന്റെ ഉമ്മയാണ്. ഞാനാണെങ്കിലോ എന്റെ റബ്ബിന്റെ മുമ്പിലെ സുജൂദിലാണ്. ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് എങ്ങനെ ഉമ്മാന്റെ വിളിക്കുത്തരം ചെയ്യും? ജുറൈജ് ഇബാദത്തിൽ തന്നെയായി തുടർന്നു. ഉമ്മ അല്പസമയം അവിടെ നിന്നിട്ട് മകനെ കാണാതെയായപ്പോ തിരിച്ചുപോയി. ഉമ്മാന്റെ നെഞ്ചകം പെടഞ്ഞുകൊണ്ടിരിക്കുകയാ. പൊന്നുമോനെ കാണാൻ പറ്റിയില്ല, ദിവസങ്ങളായി കണ്ടിട്ട്. അള്ളാന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജുറൈജിന്റെ ഉമ്മ വീണ്ടും പോയി പർണശാലയുടെ പുറത്തെത്തി. വിളിച്ചു, മോനെ ജുറൈജ്, ഒന്നങ്ങ് വാടാ. ഉമ്മ 2ാം തവണയാണടാ നിന്റെ അടുത്ത് വരുന്നത്, നിന്നെ ഒന്ന് കാണാൻ പൂതിയായിട്ടാണടാ. ഉമ്മയുടെ വിളിയാളം വരാൻ. ജുറൈജ് എപ്പോഴും നിസ്കാരത്തിലാണ്. ജുറൈജ് ചിന്തിച്ചു, റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഞാൻ എങ്ങനെ ഉമ്മാന്റെ അടുത്തേക്ക് പോകും? നിസ്കാരത്തിലല്ലേ. ജുറൈജ് നിസ്കാരം അങ്ങ് തുടർന്നോ. അല്പനേരം ആ പർണശാലയുടെ അടുത്ത് നിന്ന് ഉമ്മ മകനെ കാണാതെ വന്നപ്പോ തിരിച്ചു പോന്നു. ഉമ്മയുടെ നെഞ്ചകം പിടയുകയാണ്. ആഗ്രഹം സഫലീകരിക്കപ്പെട്ടില്ല. 10 മാസം ഞാൻ ഗർഭത്തിൽ ചുമന്ന പൊന്നുമോനെ ഒന്ന് കാണാൻ പറ്റിയില്ല. 3ാമത്തെ തവണയും മാതാവ് പോവാൻ പർണശാലയുടെ പുറത്തെത്തി.
പർണശാലയുടെ പുറത്ത് നിന്ന് വിളിച്ചു, മോനെ ജുറൈജ്, ഒന്നിങ്ങ് വാടാ, പുറത്തേക്ക് നിൽക്കടാ, ഉമ്മാക്കൊന്ന് നിന്നെ കാണാൻ പൂതിയായിട്ടാ. പാവം വന്യവയോധികയായ മാതാവ് പർണശാലയുടെ പുറത്തൽപ്പനേരം നിന്നു. മകനെ വന്നില്ല. അപ്പോഴും നിസ്കാരത്തിലാണ്. ആ ഉമ്മ വേദനിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹ്, 3 തവണ ഞാൻ എൻ്റെ പൊന്നുമോനെ കാണാൻ വന്നിട്ട് എൻ്റെ പൊന്നുമോൻ എനിക്ക് കാണാൻ പറ്റിയില്ല. അവനവൻ്റെ മുഖം എനിക്ക് കാണിച്ചു തന്നില്ല. രാജാതിരാജനായ അല്ലാഹ്, എൻ്റെ പൊന്നുമോൻ മരിക്കുന്നതിന് മുമ്പ് ഒരു വ്യഭിചാരിയുടെ മുഖത്ത് നോക്കിയില്ലാതെ അവനെ മരിപ്പിക്കരുത് റബ്ബേ എന്ന് ജുറൈജിന്റെ മാതാവിന്റെ പ്രാർത്ഥന മുഴങ്ങുകയാണ്. മാന്റെ ഹബീബ് പറയാ, ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്, ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. ഉമ്മയുടെ ദ്വായുടെയും അതേപോലെ അതേ മാതാവിന്റെ ദ്വായുടെയും രാജാതിരാജനായ അല്ലാഹുവിന്റെ ഉത്തരത്തിന്റെയും ഇടയിൽ ഹിജാബ് മറയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഉത്തരം കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റുമായിട്ട് സംഘാടകർ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും നന്നായി സംഭാവന ചെയ്താലേ നമ്മളെ പരിപാടി കടമില്ലാതെ സമാപിക്കുള്ളൂ. കടമില്ലാതെ സമാപിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും നന്നായി കൊടുക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഈ ബക്കറ്റൊക്കെ കാണുമ്പോൾ സാധാരണ പോക്കറ്റിൽ നിന്ന് പുറത്ത് വരുന്നൊരു പൈസ ഉണ്ട്. ഏതാണ് ഒന്നും ഉണ്ടില്ല. സാധു ഏതാണ് മോനെ? ബക്കറ്റിൽ സാധാരണ ഏറ്റവും കൂടുതൽ പൈസ ഏതാ ഉണ്ടാവല്? ഏത് നോട്ടാ? 500, 100, 10, 50? എത്ര ഉണ്ടാവുക? അധികം ഏതാ ഉണ്ടാവുക? 10 ആണോ, 20 ആണോ, 50 ആണോ, 100 ആണോ? 50 അധികം. ഓൻ നിങ്ങളെ നന്നായി കാക്ക് താങ്ങുണ്ടോ? എന്താ അവൻ്റെ പേര്? വാട്ട് ഈസ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? റാദിൽ. നല്ല മോന. എന്തൊരു ചൊങ്കുണ്ടോ മുഖത്ത് നോക്കാൻ. ആ തൊപ്പിന്ന് എടുത്താണ് ഈ പള്ളിയിലെ തൊപ്പി മറന്ന് തലയിലിട്ടതാ. മെയിൻ സംഘാടകന്റെ മകൻ മെയിൻ സംഘാടകനാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. റാദിൽ മോന്റെ ആ തൊപ്പിന്ന് എടുത്താണ്. അവൻ്റെ മുടി നല്ല രസമുള്ള മുടിയാണ്. പക്ഷെ അവനൊരു ഒരു നന്മോൻ ചെയ്തു. മുന്നും ബേക്കൊക്കെ ഒരേ മാതിരി അല്ലേ? മറ്റേ ആ പെൻസിൽ കട്ടിങ് ഇല്ലല്ലോ. എന്നാലും ആ ബേക്കിലൊന്ന് ചെറുങ്ങനൊന്ന് പെട്ടു ഒന്നൊന്ന് ചെറുതാക്കണം കേട്ടോ. നല്ല മോന, നല്ല മോൻ. അല്ലാഹു തആല സ്വാലിഹായ മോനാക്കി കൊടുക്കട്ടെ. ഇതിന്റെ മെയിൻ സംഘാടകൻ അവൻ്റെ വാപ്പ ദുബൈയിലാണ്. അപ്പൊ വാപ്പാന്റെ പകരം ചെയ്യാണ് മോനെ. കണ്ടങ്ങള് വാപ്പ എന്താ ചെയ്യണ അതാ കുട്ടികൾ ചെയ്യാ. വാപ്പെന്താ ചെയ്യാ അതാ കുട്ടികൾ ചെയ്യാ. വയലിൽ നടക്കുന്ന സമയത്തൊക്കെ ആടിവിടെ മൂലയിലിരുന്ന് മൊബൈൽ തോണ്ടല വാപ്പന്റെ പണിയെങ്കിലും മോനോ തന്നെ ചെയ്യാം. വാപ്പ സംഘാടകനായപ്പോൾ മോനും സംഘാടകനായി. ഇപ്പം മോൻ വരികയാണ്. മോൻ പറഞ്ഞ 50 ഉറുപ്പ്യൊക്കെ ഇടയില്ലേ? പല നാട്ടിലും പോയി നോക്കിയാൽ 10 ഉറുപ്പ്യൊക്കെ അധികം ഉണ്ടാവും അല്ലേ? 10 ഉറുപ്പ്യ യാചകന് കൊടുത്താൽ വേണ്ട മുഹമ്മദാജി. വേണോ? യാചകർക്ക് 10 ഉറുപ്പ്യ കൊടുത്തു നോക്കിയാണ്. പണ്ടൊരു മോലാലൊരു യാചകന് 10 ഉറുപ്പ്യ കൊടുത്തപ്പോഴേ കോയിനാ കൊടുത്ത്. ഇയാൾ ചോദിച്ചു എന്താണെന്ന്. എന്താ ശരി, ചായയും കടിയും കിട്ടൂല. 5 ഉറുപ്പ്യ അല്ലാഹ് നമ്മൾ കൊടുക്കണം. 10 ഉറുപ്പ്യ ഉഷാറായിട്ട് കൊടുക്കണല്ലോ. മനസ്സിലായി. സ്വർണം വേറെ പേരുണ്ട്. ബക്കറ്റിൽ തോർത്താനപ്പോ പറഞ്ഞേ. അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും നന്നായി കുടിക്കുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ നീ ഖബൂൽ ചെയ്യണമേ അല്ലാഹ്. അല്ലാഹുവേ ഈ സ്വതക്കകൾ ഞങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾക്കുള്ള ശമനമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ കാരണമാക്കണേ റബ്ബേ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചെയ്യുന്ന സ്വതക്കകൾ ഞങ്ങളുടെ ഖളായിൽ വല്ല ബലാഉം ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി നീക്കപ്പെടാൻ ഇടവരുത്തണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നന്നായി കുടുക്കി. ഇതെന്താ? മനസ്സിലായി. ഞാൻ കുറച്ച് വയൽ നിറഞ്ഞോട്ടെ. എന്നിട്ട് പറഞ്ഞാൽ പോരെ. അല്ലേ പൊന്നിപ്പ തന്നെ പറയണം. വയലോ വേണ്ടിയ പൊന്നോ വേണ്ടിയേ? ഞാൻ കുറച്ച് വയൽ പറയട്ടെ എന്നിട്ട് പറയാം കേട്ടോ.
അല്ലാഹു തആല പടച്ച സംഘാടകന്റെ ബേജാറാ. പള്ളി ഉണ്ടാവൂലേ എന്നുള്ള ബേജാറാവും. പള്ളിയൊക്കെ ഉണ്ടാവും. ചൂടുവെള്ളം പള്ളി ഉണ്ടാവും. ईमान की हरारत वालों ने मन अपना पुराना पापी बन अपना पुराना पापी हो बरसों बरसों में नमाजी बन न सका चित्त बना दी शब्बर में ईमान की हरारत वालों ने ഈമാനുള്ള ആൾക്കാർ കൊണ്ടുപോയാണ് കൊടുക്കും, പൊന്നു കൊടുക്കും, പറമ്പ് കൊടുക്കും അല്ലേ. ഇവിടെ കുറച്ച് ഉൾപ്രദേശല്ലേ, മെയിൻ റോഡത് ഉൾപ്രദേശല്ലേ. ആ ഇവിടെ ഭൂമി കൊടുക്കാൻ തയ്യാറുള്ള ആളുകളുണ്ടോ? നിങ്ങൾക്ക് എത്ര ഭൂമിയുണ്ട്? വീടിൻ്റെ എരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എരത്തുള്ളത് വേറെ അല്ലാതല്ലേ, അല്ലാതല്ല. വാപ്പാൻ്റെ സ്വത്ത് ഓരി വെച്ചിട്ടില്ല അല്ലേ, ഒരു വെച്ചാണ് ഉപ്പർ കിട്ടിയതുള്ളൂ. അല്ലാതെ ഭൂമിയിലോലൊക്കെ ഉണ്ടാവും അല്ലേ. 5 സെന്റ് ഭൂമി പള്ളി കൊടുത്താൽ മതി, പൈസ ഇല്ലാത്ത. 1200 വീടുണ്ട് ഈ മഹല്ലിൽ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണോ? 1200 വീട്. ഓരോ പവൻ ഓരോ വീട്ടിൽ നിന്ന് കൊടുത്ത 1200 പവൻ ഉണ്ടാവും. 1200 ഭവൻ എന്ന് പറഞ്ഞാൽ 6 കോടി ഉറുപ്പികയാണ്. 6 കോടിയല്ല, അതിൻ്റെ മേലുണ്ടാവും അല്ലേ. നിങ്ങളെ പള്ളിക്ക് എത്ര എസ്റ്റിമേറ്റ്? എല്ലാം കൂടി 5.5 ഉള്ളൂ. അപ്പോൾ 1 കോടി ബാക്കിയോ? ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെയും പൈസ ബാക്കിയുണ്ടാവും. എന്താ ചെയ്യണ്ടേ? എല്ലാ വീട്ടിൽ നിന്നും ഒരു പൊന്നെടുത്താൽ മതി. ഇപ്പം നമ്മളെ മുഹമ്മദാജി, മുഹമ്മദാജിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭാര്യ, ഭാര്യ, മക്കൾ എത്ര പേര്? 4 ആൾ. 4 പെണ്ണുങ്ങളാ? 3 ആണും 1 പെണ്ണും. ഈ 3 ആണുങ്ങൾ വേറെ കല്യാണം കഴിച്ചോ? ഓൾക്കൊക്കെ പെണ്ണുങ്ങളില്ലേ? അപ്പോ മുഹമ്മദാജിന്റെ ഭാര്യ, 1 മോള്, 3 ആൺമക്കളുടെ ഭാര്യമാർ. അപ്പൊ എത്രയായി? നിങ്ങൾ മുണ്ടില്ല, നിങ്ങൾക്ക് എന്താ കൂട്ടാൻ ബുദ്ധിമുട്ട്? ഇപ്പൊ എത്രയായി? 3ഉം 2ഉം 5 പെണ്ണുങ്ങളായി. 5 പെണ്ണുങ്ങൾ 1.5 ഗ്രാം കൊടുത്താൽ 8 ഗ്രാമോ? 8 ഗ്രാം എന്നത് 1 പവൻ. 2 ഗ്രാമിന്റെ ഓരോ മോതിരം 5 ആൾ കൊടുത്താൽ 1.25 പവനാണ്. എന്താ ഉമ്മാജി? ഉമ്മാജി എന്താ ബേജാറായി? ഇത് ആർക്ക് കൊടുക്കാണ്? ഇത് തന്നാ അള്ളാഹ്ക്ക് കൊടുക്കാണ്. ജനറൽ സെക്രട്ടറി ആരാ? ഇവിടെ ഇല്ലേ? ഇവര് പോയോ? ജനറൽ സെക്രട്ടറി റഫീഖ് സാഹിബ്. റഫീഖ് സാഹിബിന് ഭാര്യ ഉണ്ടോ? അല്ല, റഫീഖ് സാഹിബിന് ഭാര്യ ഇല്ലേ? ഭാര്യയുണ്ട്. മക്കളുണ്ടോ? എത്രയുണ്ട്? 4 മക്കളുണ്ട്. ആണോ പെണ്ണോ? 2 ആണും 2 പെണ്ണും. അപ്പൊ മൂപ്പരെ ഭാര്യ 2 പെണ്ണുങ്ങൾ അല്ലേ. 2.5 ഗ്രാമിന്റെ 3 മോതിരം കൊടുത്താൽ ഏകദേശം 1 പവനാവും. വളരെ സിമ്പിൾ. നമ്മൾ കിടക്കേണ്ട ഈ പള്ളിയുടെ മുറ്റത്തല്ലേ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു സ്വർണ്ണാഭരണമെങ്കിലും അള്ളാഹുവിൻ്റെ പള്ളിക്ക് കൊടുക്കണം. കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയിലെ ഒരാൾക്കും ഇനി ഇവിടെ ഒരു പള്ളിയെ സഹായിക്കാൻ കഴിയൂല. കാരണം ഒരു 10, 60, 70, 80 കൊല്ലം അങ്ങോട്ട് കണ്ടിട്ട് ആ പള്ളി ഉണ്ടാക്കുക. അങ്ങനെയല്ലേ ഉണ്ടാക്കണേ? അവ സഹായിക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ പള്ളിക്ക് എന്തെങ്കിലും കൊടുത്തു നിൽക്കുക. അതേടെ മൂത്രച്ചൂടിൻ്റെ ടൈലൊക്കെ പൊട്ടുമ്പോൾ അടക്ക ഇടാനായിരിക്കും ഉപയോഗിക്കുക. അപ്പൊ ഇപ്പൊ കൊടുക്കണം നല്ല സ്ഥലത്തേക്ക് പൊട്ടണമെങ്കിൽ. അതുകൊണ്ടെല്ലാരും കൊടുക്കണം. എല്ലാ ഉമ്മമാരും ഒരു വീട്ടിൽ നിന്ന് 1 പവൻ എന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ എല്ലാവരും അംഗങ്ങളാവണം.
ഒരു വീട്ടിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഭവനെങ്കിലും അള്ളാഹുവിന്റെ പള്ളിക്ക് കൊടുക്കണം. ഏതായാലും അത് സംഘാടകന്റെ ബേജാറായതുണ്ടാ. മൂപ്പര് പറഞ്ഞേ വയലു പറഞ്ഞിട്ടില്ലേ തിരക്കല്ല, പൊന്നു അറിയണോ. മൂപ്പര് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോ തന്നെ പറഞ്ഞ കാര്യമായിട്ട് നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നെ. മൂപ്പര് ഇതിന്റെ ആരാ? കേന്ദ്ര മഹല്ല് പ്രസിഡന്റാ. അപ്പൊ നിങ്ങളോ? ഈ മഹലിന്റെ മാത്രം. അപ്പൊ ഈ ഓവറാൾ മഹലിന്റെ കേന്ദ്രം ഏതാ? ഔ തന്നെ. ഇപ്പൊ വയനാട് എന്ന് പറഞ്ഞ മാതിരി തന്നെ. ഞാൻ വയനാട്ടിൽ പോയിട്ട് വയനാട് ഏതെന്ന് ചോദിച്ചു. അതില്ല അറിയണം. അങ്ങനെ ഒരു സ്ഥലമില്ല. മാനന്തവാടി, മറ്റേ സുൽത്താൻ ബത്തേരി എന്നൊക്കെയുള്ളൂ. വയനാട് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോടും ചോദിക്കാം വയനാട് എവിടെ. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ ഇത്രയും പള്ളികളെ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുന്നു അല്ലേ? നല്ല മനുഷ്യന്മാരായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഓരോരുത്തരും പറയുന്നത് അറിയാം, ഞങ്ങളെ വഴിക്ക് പോവാണ്, എന്തിനാ ഈ കേന്ദ്ര മഹലിലേക്ക് ഈ പൈസ കൊടുക്കണമെന്നൊക്കെ ചോദിക്കും. വെറുതെ സ്വീപ്പ് ഉണ്ടാക്കും. എപ്പോഴും ഒന്നിച്ചു നിൽക്കല അള്ളാഹ്ക്ക് ഇഷ്ടം. യദുല്ലാഹി ഫൗഖ ഐദീഹിം. അള്ളാഹ്ക്ക് ഇഷ്ടം അങ്ങനെ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മായുടെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുകയാണ്. ജുറൈജ് അങ്ങനെ പർണശാലയിൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ. ആ മലയിൽ ആടുകളെ മേച്ചിരുന്ന ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു. ജുറൈജ് താമസിച്ചിരുന്ന മലയിൽ ആ പെണ്ണൊരു ഇടയനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഗർഭിണിയായി. നാട്ടിലാകെ ആ സ്ത്രീയെ കുറിച്ചുള്ള മോശമായ സംസാരമായി. ആ സ്ത്രീയോട് ചോദിച്ചു, നീ എങ്ങനെയാ ഗർഭിണിയായത്? പെണ്ണ് പറഞ്ഞു, ആ പർണശാലയിൽ ഒരു ജുറൈജ്, ഈ പെണ്ണ് ജുറൈജിനെ വശത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജുറൈജ് അതിന് വശംവദനായില്ല. ഈ പെണ്ണിന് ജുറൈജിനോട് വല്ലാത്ത ഇഷ്ടമായി. ജുറൈജിനെ വശീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജുറൈജ് ആ വശീകരണത്തിൽ വീണില്ല. ആ പെണ്ണൊരാട്ടിടയനുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഗർഭിണിയായി. നാട്ടിലാകെ സംസാരമായി. പെണ്ണ് പറഞ്ഞു, എന്നെ ഗർഭിണിയാക്കിയത് ജുറൈജാണ്, എന്നെ ഗർഭിണിയാക്കിയത് ജുറൈജാണ്. ആളുകൾ വന്നു, ജുറൈജിന്റെ പർണശാല പൊളിച്ചു മാറ്റി. ജുറൈജിനെ പിടിച്ചു വലിച്ചിഴച്ച് അങ്ങാടിയിൽ കൊണ്ടു നടന്നു. കള്ളനായ സൂഫി. ആളുകൾ അങ്ങനെ പലതും വിളിക്കാൻ തുടങ്ങി. ജുറൈജ് പറഞ്ഞു, ഞാനല്ല, ഈ ഗർഭത്തിന്റെ ആള് ഞാനല്ല. ജുറൈജ് പറഞ്ഞു നോക്കി, ആളുകൾ വിട്ടില്ല. ജുറൈജിന്റെ പെണ്ണ് പ്രസവിച്ചു. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ഇവരോട് പറഞ്ഞു, പെണ്ണ് പ്രസവിച്ചിട്ട് കുട്ടിനെയും കൂട്ടി വരാൻ. കുട്ടിനെ കൂട്ടി വന്നു. കുട്ടിയുടെ നേരെ ജുറൈജ് ചൂണ്ടിയിട്ട് ചോദിച്ചു, മോനെ പറ, നിന്റെ പിതാവ് ആരാണ് മോനെ, പറയൂ എന്ന് പറഞ്ഞപ്പോ ജുറൈജിനോട് ആ കുട്ടി സംസാരിക്കുകയാ, എന്റെ എന്റെ ഉപ്പ ആട്ടിടയനാണ് എന്ന്. ഉമ്മാന്റെ ദുആക്ക് ഉത്തരം കിട്ടിയതാ. പഠിച്ചോനെ, എന്റെ മോനെ വിഭിചാരിയുടെ മുഖത്ത് നോക്കിയിട്ടല്ല അത് മരിപ്പിക്കരുത്. ജുറൈജ് കുറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആളുകളുടെ വഷളായി പോയി. ഏത് ജുറൈജ്? അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കടന്ന് റബ്ബിനോട് ദുആ ചെയ്ത ജുറൈജ്. ഇന്നത്തെ കുട്ടികൾ, പുതിയ തലമുറ മനസ്സിലാക്കണം. പുതിയ തലമുറ മനസ്സിലാക്കണം. കല്യാണം കഴിക്കാൻ എന്തിനാ അമ്മാന്റെ സമ്മതം? വാപ്പ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ? ഇവിടെ രാജ്യത്തെ നിയമല്ലേ ചോദിക്കാം. പക്ഷേ അതിന്റെ ദുരന്തം ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചേ തീരൂ. അതിന്റെ ദുരന്തം നമ്മൾ അനുഭവിച്ചേ തീരൂ. അത് അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേൾക്കാത്തവരാരും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവാനിടയില്ലല്ലോ. അൽഖമ ആരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയാണ്. കേൾക്കണം നിങ്ങൾ. അല്ലാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട മഹാന്മാർക്കെതിരെ പോലും അവരുടെ മാതാപിതാക്കൾ ദുആ ചെയ്തപ്പോ ആ ദുആയുടെ ദുരന്തം അവർ അനുഭവിച്ചിട്ടുണ്ട്. അൽഖമ ആരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയാണ്. സ്വഹാബികൾ ആരാണ്? സ്വഹാബി കന്നുജൂം ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബികൾ മുഴുവൻ നക്ഷത്ര തുല്യരാണ്. ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. അവരെല്ലാരോട് നിങ്ങൾ പിൻപറ്റിയാലും അവരൊക്കെ സന്മാർഗസിദ്ധരാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള മഹാന്മാരായ സ്വഹാബികൾ, അവരിൽ പ്രമുഖനാണ് മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹു. അൽഖമ ആരാ? റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ഹബീബായ റസൂലുള്ളാഹിനോട് കൂടെ മദീന പള്ളിയിൽ എത്ര
എത്രയോ നിസ്കാരത്തിൽ പങ്കെടുത്ത മഹാന, അള്ളാന്റെ ഹബീബിന്റെ കൂടെ പരിശുദ്ധ ദീനിന്റെ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകിയ മഹാന, അള്ളാന്റെ ഹബീബിനേറെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് അൽഖമ. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ മരണമാസന്നമായപ്പോഴോ മരണമാസന്നമായി ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തിട്ട് ചെല്ലാൻ കഴിയുന്നില്ല. സ്വഹാബികൾ വിവരം പറഞ്ഞല്ലോ റസൂലുള്ളാഹിനോട്, യാ റസൂലല്ലാഹ്, അൽഖമ മരണശയ്യയിലാ നബിയേ, ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തിട്ട് ചെല്ലാൻ കഴിയുന്നില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ആഗതരോട് ചോദിച്ചു, അൽഖമയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? സ്വഹാബികളുടെ മറുപടി, ഉണ്ട് യാ റസൂലല്ലാഹ്, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, അൽഖമയുടെ ഉമ്മയോടൊന്നിങ്ങ് വരാൻ പറ. ആളുകൾ പറഞ്ഞു, വന്യവയോധികയാ, എന്നാൽ നിങ്ങൾ അൽഖയുടെ ഉമ്മയോട് ചോദിക്കൂ, ഒന്നിങ്ങ് വരാൻ കഴിയുമോ, അതോ ഞാൻ അങ്ങോട്ട് വരണോ എന്ന്. സ്വഹാബികൾ ചെന്ന് അൽഖമയുടെ ഉമ്മയോട് പറഞ്ഞു, റസൂലുള്ളാഹ് അങ്ങയെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങേക്ക് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുമോ, അതോ റസൂലുള്ളാഹ് ഇങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുന്നുണ്ട്. കേട്ടപാടെ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് വന്യവയോധികയാണ്, വടി ഊന്നി പിടിച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിനെ അങ്ങോട്ട് വരുത്തണ്ട, റസൂലുള്ളാഹ് എന്നെ കാണാൻ വരികയോ. അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ചെന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ ചെന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, അങ്ങ് അന്വേഷിച്ചിട്ട് വന്നതായ റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ അൽഖമയുടെ മാതാവാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് മറുപടി റസൂലുള്ളാഹ് തിരിച്ചു ചോദിച്ചു, അൽഖമയോട് നിങ്ങൾക്ക് വല്ല വെറുപ്പുമുണ്ടോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹിനോട് അൽഖമയുടെ ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അൽഖമയോട് എനിക്ക് വലിയ വെറുപ്പൊന്നുമില്ല, പക്ഷേ അൽഖമയോട് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദന യാ റസൂലല്ലാഹ്, അൽഖമയുടെ ചില പെരുമാറ്റത്തിൽ. റസൂലുള്ളാഹ് ചോദിച്ചു, എന്താണത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നബിയേ, അൽഖമ എന്നെക്കാളും അവന്റെ ഭാര്യയാണ് സ്നേഹിക്കുന്നത് യാ റസൂലല്ലാഹ്. അമ്മക്ക് അങ്ങനെ തോന്നിയതാണ്, തോന്നാൻ കാരണം ഉണ്ടാവും അല്ലേ? പഴയ കാലത്തിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് കുറേ മുമ്പാണ് ഒരു 313 റുപ്യൻ്റെ കയ്യിലെടുത്ത് എന്നിട്ട് പറഞ്ഞു, സാറേ, ഈ 313 റുപ്യ പള്ളിക്ക് സംഭാവന നേർച്ച, എൻ്റെ അമ്മാൻ്റെ സ്വഭാവം ഒന്ന് നന്നാൻ ദ്വാരക്കണോ? എൻ്റെ അമ്മാൻ്റെ സ്വഭാവം ഒന്ന് നന്നാവാൻ ദ്വാ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഇപ്പം പറയാണ്, ഉമ്മ അങ്ങനെ പറയത്രേ, ഹലാക്കായ മതിയെന്നോൻ, വണ്ടി തട്ടിപ്പരിച്ചാൽ മതിയെന്നും ഇങ്ങനൊക്കെ പറയും. ഞാൻ ചോദിച്ചു, നിങ്ങളമ്മേ? അതെ, അങ്ങനെ പറയാറുണ്ട്. പറയിസ്ഥാതെ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ജനിച്ച അന്ന് മുതലേ പറയാറുണ്ടോ? എന്നോടൊന്നുമില്ല. ഞാൻ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. കല്യാണം കഴിച്ചതിന് ശേഷമാണോ അങ്ങനെ പറയാൻ തുടങ്ങിയത്, മുമ്പെയാണോ? അയാൾ പറഞ്ഞു, ശേഷമാണ്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഉമ്മയുടെ മുമ്പിൽ വെച്ച് ഭാര്യയോട് സ്നേഹപ്രകടനം നടത്താറുണ്ടോ? അയാളിനോടൊന്നുമില്ല. ഞാൻ ഇല്ലെന്ന് വെച്ചു. അപ്പോൾ അയാളില്ല. ഞാൻ പറഞ്ഞു, നല്ലോന്ന് ആലോചിച്ച് നോക്കി. അപ്പം എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ വലിയ സാമ്പത്തികമുള്ള കുടുംബത്തിൽ നിന്നാണ് കല്യാണം ചെയ്തത്. ഭാര്യയെ വീട്ടിലേക്ക് കൂട്ടിപ്പോകുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ ഞാൻ കാറ് വിളിച്ചാണ് പോകാറുള്ളത്. ഉമ്മയെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോൾ പിന്നെ ബസ്സിലാണ് പോവാ. ഉമ്മാനെ 10 മാസം തുല്യതയില്ലാത്ത വാഹനമായ ഗർഭപാത്രത്തിൽ ചുമന്ന് നടന്ന ഉമ്മാനെ ബസ് കൊണ്ടുപോവാ, ബാറിനെ കാറിൽ കൊണ്ടുപോവാ. ഞാൻ അവനോട് ചോദിച്ചോടാ, ഏതുമ്മാന്റെ കൽബാടാ പൊട്ടാതിരിക്കുക? ഏതുമ്മായുടെ കൽബാണ് വിങ്ങിപ്പൊട്ടാതിരിക്കുക? അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അൽഖമ എന്നെക്കാളും കൂടുതൽ അവന്റെ ഭാര്യയാണ് നബിയെ സ്നേഹിക്കുന്നത്. അൽഖമ അമ്മാനെ പരിഗണിക്കാതിരുന്നിട്ടൊന്നുമില്ല, അമ്മാനെ നല്ലോ നോക്കുന്നുണ്ട്. പക്ഷേ ഉമ്മയെക്കാളും സ്നേഹം ഭാര്യയോടാണോ എന്ന് ഉമ്മാക്ക് തോന്നിപ്പോയി. ഉമ്മായുടെ ഖൽബ് വല്ലാതെ വേദനിച്ചു പോയി. യാ റസൂലല്ലാഹ്, അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന നബിയേ. റസൂലുള്ളാഹി സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ വിറക് കൊണ്ടുവരൂ സ്വഹാബ, വിറക് കൂട്ടി വെക്കൂ സ്വഹാബ. അൽഖമയുടെ ശരീരം ഞാൻ അതിന്റെ മുകളിൽ എടുത്തു വെച്ചിട്ട് തീ കൊടുക്കട്ടെ സ്വഹാബ, അൽഖമയെ കരിച്ചു കളയട്ടെ സ്വഹാബ എന്ന് തീ കൊണ്ട് സൃഷ്ടിച്ച റബ്ബിനല്ലാതെ തീ കൊണ്ട് സൃഷ്ടിക്കാൻ അധികാരമില്ലെന്ന് പഠിപ്പിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാന്നറിയങ്ങളത്? ആരാണിത്? അൽഖമ. റസൂലുള്ളാഹിന്റെ കൂടെ എത്രയോ യുദ്ധങ്ങളിൽ പങ്കെടുത്ത സ്വഹാബി, പുണ്യനബിയുടെ കൂടെ ജമാഅത്തുകളിൽ പങ്കെടുത്ത സ്വഹാബി, മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത്, ഞാൻ തീയിലിട്ട് കരിച്ചു കളയട്ടെ എന്ന്. അത് കേട്ടപ്പോൾ മാതാവ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അത് ചെയ്യരുത് നബിയേ, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, അതെനിക്ക് സഹിക്കാൻ കഴിയൂല. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, നിങ്ങൾ പൊരുത്തപ്പെട്ടോ? ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട് നബിയേ എന്ന് അൽഖമയുടെ മാതാവ് പറഞ്ഞപ്പോഴാണ് അൽഖമയുടെ നാവ് ഷഹാദത്ത് ചൊല്ലാൻ വഴങ്ങിയത് എന്ന ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര വലിയവനാണെങ്കിലും മാതാവിന്റെ പിതാവിന്റെ പൊരുത്തക്കേട് സമ്പാദിച്ചോ അത് ജീവിതത്തിന്റെ ദുരന്തമായി മാറും. അതാണ് ഹബീബ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മാതാവിനെ ശ്രദ്ധിക്കണേ, പിതാവിനെ ശ്രദ്ധിക്കണേ. അള്ളാന്റെ ഹബീബ് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലെ സ്വഹാബികൾ പറഞ്ഞല്ല ഖുത്ബ നിർവഹിക്കാനായി മദീന പള്ളിയിലെ മിമ്പറിലേക്ക് റസൂലുള്ളാഹി അങ്ങനെ കയറാൻ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കാല് വെച്ചു, ആമീൻ. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കാല് വെച്ചു, ആമീൻ. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കാല് വെച്ചു, ആമീൻ. 3 തവണയും ആമീൻ. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഇതൊരു അസാധാരണമായ ആമീൻ? സാധാരണ വെള്ളിയാഴ്ച ഖുത്ബയോദാൻ മിമ്പറിൽ കയറുമ്പോ ആമീൻ റസൂലുള്ളാഹി പറയാറില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമാ ഖുത്ബ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളെ ഇരുത്തിയിട്ട് പറഞ്ഞു, സ്വഹാബ, വെള്ളിയാഴ്ച ഞാൻ ഇന്നത്തെ ദിവസം മിമ്പറിലേക്ക് ഖുത്ബ നിർവഹിക്കാനായി മിമ്പറിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോ അതാനി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നു. എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, നബിയേ, അല്ലാഹു പറഞ്ഞയച്ചതാണ് എന്നെ, എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങയോട് ആമീൻ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആരാ ദുആ ചെയ്യുന്നത്? മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആരാണ് ആമീൻ പറയുന്നത്? ആരാണ് ആമീൻ പറയുന്നത്? ഖൈറു മൻ യംശി അലാ ഖദമി, ഭൂമിയിൽ നടന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആക്ക് ഉത്തരമുണ്ടെന്ന് പറയേണ്ടതുണ്ടോ? ദുആ ചെയ്യുന്ന സമയം ഏതാണ്? വെള്ളിയാഴ്ച, അതും ഖുത്ബ നിർവഹിക്കാൻ മിമ്പറിലേക്ക് കയറുന്ന സമയം. വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരമുള്ള ഒരു നേരമുണ്ട്. ആ സമയം ആര് ദുആ ചെയ്താലും ആ ദുആക്ക് ഉത്തരമുണ്ട് എന്ന് അള്ളാന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചിട്ടില്ലേ? അത്രയും പ്രാധാന്യമേറിയ സമയത്ത് ദുആ ചെയ്യുന്നത് ജിബ്രീല, ഉത്തരം ആമീൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബ, ജിബ്രീൽ എന്നോട് പറഞ്ഞു, അല്ലാഹു എന്നോട് ദുആ ചെയ്യാൻ കൽപ്പിച്ചു, അങ്ങയോട് ആമീൻ പറയണം, അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യാൻ പോവാ നബിയേ, ആമീൻ പറയണം യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യാൻ. അല്ലാഹുവിന്റെ ഹബീബേ, മന്നദറക അബവൈ, ഒരാളുടെ മാതാപിതാക്കളെ വാർദ്ധക്യ സമയത്ത് ശുശ്രൂഷിക്കാനുള്ള അവസരം ലഭിച്ചു, എന്നിട്ട് അയാൾ സ്വർഗം വാങ്ങിയില്ല എങ്കിൽ അല്ലാഹുവേ, നീ അവർക്ക് നേരെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കരുത് അല്ലാ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. സ്വഹാബ, എന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നായി ശ്രദ്ധിക്കണേ. വീട്ടിൻ്റെ അകത്ത് പ്രായമുള്ള ഉപ്പിമ്മി ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലൊരു സംസ്കാരമുണ്ട്, കണ്ണൂർ. ഒരുപാട് കാര്യങ്ങളും നല്ല തന്നെയാണ്. പക്ഷേ വാപ്പാനിമാനും പുതിയാപ്പിളാർക്ക് വിട്ടെടുത്ത് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനല്ലേ? എന്നെ പിടിച്ചോക്കോ, നിങ്ങള് എന്നെ പിടിച്ചോക്കുവോ? എന്നെ പിടിച്ചോക്കുവോ മാമാജി? അങ്ങനല്ലേ? പുതിയാപ്പിളാർക്ക് വിട്ടുകൊടുക്കാം. പുതിയാപ്പിളക്ക് വിട്ടുകൊടുക്കാന്നാല് അത് പുയ്യാപ്പിളുണ്ട്, പുയ്യാപ്പിള നോക്കിക്കോളും. പുയ്യാപ്പിളല്ല നോക്കണ്ടേ? പുയ്യാപ്പിളുടെ വാപ്പാനിമാനെ നോക്കണ്ടെന്നല്ല, അത് നോക്കണം. നമ്മൾ നോക്കണം, നമ്മളെ വാപ്പാനിമാനെ നമ്മളെ നോക്കണ്ടേ? പുയ്യാപ്പിളി നോക്കണം, കാര്യം ഭാര്യൻ്റെ ഉപ്പിമ്മയല്ലേ ആണ്. പക്ഷെ നമ്മളെ നോട്ടം കൊണ്ട് കുറയാൻ പാടില്ല. രാജാതിരാജനായ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞില്ലേ, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ
يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا وقضى ربك നിന്റെ രക്ഷിതാവായ അല്ലാഹു തആല വിധിച്ചിരിക്കുകയാണ്. വാപ്പാനിമ്മാനെയും കുറിച്ച് പറയുന്നിടത്തുള്ള പ്രയോഗം ഇങ്ങനെയൊക്കെയാണ്. ഇത് അള്ളാന്റെ വിധിയാണ്. വിധിയാന്ന് പറഞ്ഞാൽ നോ അപ്പീൽ, അപ്പീലില്ല. ആർക്കും അപ്പീല് പറയാൻ പറ്റൂല, അപ്പീൽ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടാ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പാനെയും ഉമ്മാനെയും കുറിച്ചുള്ള വല്ല പരാതിയും വന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറയുന്നത് അറിയോ? ആ പരാതി ഈ കോടതി സ്വീകരിക്കൂലെന്ന്. ആ പരാതി മുഹമ്മദിന്റെ കോടതിയിൽ വാപ്പാക്കും ഉമ്മാക്കും എതിരെയുള്ള പരാതി അള്ളാന്റെ ഹബീബ് സ്വീകരിക്കൂല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരു സ്വഹാബി വന്നു റസൂലുള്ളാഹിന്റെ അടുത്ത്. അയാൾക്ക് പറയാനുള്ളത് തന്റെ ഉമ്മയെ കുറിച്ചാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, നബിയേ ഇന്നലി ഉമ്മ, എനിക്കൊരു ഉമ്മയുണ്ട്. പലർക്കും ഉണ്ടാവും അങ്ങനെ പരാതി പറയാൻ. കേട്ടോളിട്ടോ, കേട്ടോളി. എന്താ ഇതിന് പരിഹാരം? റസൂലുള്ളാഹി പറഞ്ഞത് കേട്ട് മനസ്സിലാക്കണം. ഇന്നലി ഉമ്മ, ഹബീബായ നബിയേ എനിക്കൊരു ഉമ്മയുണ്ട്. ഉൻഫിഖു അലൈഹാ, എൻ്റെ ഉമ്മാക്ക് വേണ്ട എല്ലാ ചെലവും ഞാനാ വഹിക്കുന്നത് നബിയേ. എൻ്റെ ഉമ്മാന്റെ ഭക്ഷണം ചെലവ് ഞാനാണ്, വസ്ത്രം ഞാനാണ്, മരുന്നുകൾ ഞാനാണ്, ഉമ്മയെ നോക്കുന്നത് ഞാനാണ്, ഉമ്മാന്റെ എല്ലാ കാര്യവും ഞാനാ ചെയ്തു കൊടുക്കുന്നത് യാ റസൂലല്ലാഹ്. പക്ഷേ വഹിയ തുദീനി ബിലിസാനിഹാ, എൻ്റെ ഉമ്മ അവരുടെ നാവ് കൊണ്ട് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു നബിയേ. എന്നെ കുത്തുവാക്ക് പറയുന്നു യാ റസൂലല്ലാഹ്. ആളുകൾക്കിടയിൽ വഷളാകുന്ന നബിയേ, നാവ് കൊണ്ട് വല്ലാതെ എന്നെ വേദനിപ്പിച്ച് കരയിക്കുന്നു യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചില വീട്ടിലൊക്കെ ഉണ്ടാവും ഈ പ്രശ്നം. ചില വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ, 3 പുതിയാപ്പിളാരൊക്കെ ഉള്ളടുത്ത് വലിയ പുതിയാപ്പിളെ കൊണ്ടുവരുന്ന ആടെ ഇപ്പൊ പൊതി കൊണ്ടുപോയില്ലേ സേ? ഇപ്പൊ പൊതി കൊണ്ടുപോയില്ലേ? ഉസ്താദ് കൊണ്ടുപോയില്ലേ? അയാൾ കൊണ്ടുപോയില്ലെന്നറിയില്ല. ഒരിപ്പോഴും കൊണ്ടുപോയില്ലേ? വിവേചനം. എന്നിട്ടോ അതിന്റെ പേരിൽ കുത്തുവാക്കുകൾ. എന്തിന്റെ പേരിൽ കുത്തുവാക്കാണെങ്കിൽ ഈ സ്വഹാബി പറയാൻ, നബിയേ യാ റസൂലല്ലാഹ്, എന്നെ വല്ലാതെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നു നബിയേ. യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിയോട് പറഞ്ഞു, സഹോദരാ, നിങ്ങളുടെ ഉമ്മ ഒരു കത്തിയെടുത്തു, എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിലെ മാംസം ഇങ്ങനെ കഷ്ടമായി മുറിച്ചെടുക്കുകയാണ്. നിങ്ങളൊന്നും പറയുന്നില്ല, ക്ഷമിച്ചിരിക്കുകയാണ്. എന്നാൽ പോലും മാ അദ്ദൈത റബുഅ ഹഖ്ഖിഹാ, ഉമ്മയോട് നീ നിർവഹിക്കേണ്ട കടപ്പാടിന്റെ 1/4 ഭാഗം പോലും നിർവഹിച്ചവനാവാൻ നിനക്ക് കഴിയൂല. അതുകൊണ്ട് ഉമ്മയെ കുറിച്ചുള്ള പരാതി മുഹമ്മദിന്റെ കോടതിയിലില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. വഖലാ റബ്ബുക, നിന്റെ രക്ഷിതാവായ അല്ലാഹു തആല വിധിച്ചിരിക്കുകയാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹു വല്ലാതെ വേറെ ഒരാളെയും ആരാധിക്കരുതെന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഗുണം ചെയ്യണമെന്നും. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, മാതാപിതാക്കളിൽ 2 പേരെയോ അല്ലെങ്കിൽ ഒരാളെയോ വാർദ്ധക്യ സമയത്ത് അവരെ ശുശ്രൂഷിക്കാനുള്ള അവസരം നിനക്ക് ലഭിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ വന്നാൽ അതിനൊക്കെ സ്വർഗം വാങ്ങാനുള്ള അവസരമാണെന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞു തരാൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നേരത്തെ പറഞ്ഞത്, ജിബ്രീൽ ദുആ ചെയ്തത്, പ്രായാധിക്യ സമയത്ത് മാതാപിതാക്കളെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചു, എന്നിട്ട് അവന്റെ സ്വർഗം വാങ്ങിയില്ലെങ്കിൽ അല്ലാഹുവേ നീ അവരുടെ നേരെ കരുണയുടെ നോട്ടം നോക്കരുത് റബ്ബേ എന്ന് ജിബ്രീലിന്റെ പ്രാർത്ഥന. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആമീൻ. അതുകൊണ്ട് വാർദ്ധക്യ സമയത്ത് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനുള്ള അവസരം ലഭിച്ചാൽ അവരോട് നടത്തുന്ന സമീപനങ്ങളിൽ ശ്രദ്ധിക്കണം, പെരുമാറ്റങ്ങളിൽ ശ്രദ്ധിക്കണം. എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, എന്ന പ്രയോഗം നീ അവരോട് നടത്താൻ പാടില്ല. എന്താണ് ഈ ഉഫ്? എന്താണ് ഈ ഉഫ്? ഛേ എന്നാ സാധാരണ നമ്മളതിന് പരിഭാഷ പറയില്ല. ഛേ എന്ന് പറയരുത് ഉമ്മാരോടും വാപ്പാനോടും. അതുമല്ല,
കലിമത്തു കറാഹ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതിന്റെ കൊടുത്ത വ്യാഖ്യാനം കലിമത്തു കറാഹ, വെറുപ്പ് പ്രകടിപ്പിക്കുന്ന വാക്കിനാണ് ഉഫ് എന്ന് പറയാറുള്ളത്. ആ വാക്ക് പോലും പ്രയോഗിക്കാൻ പാടില്ല. വെറുപ്പ് പ്രകടിപ്പിക്കുന്ന വാക്ക്, പെരുമാറ്റം. അങ്ങനെ ഒരു ഉമ്മ അവശയായി കിടക്കുകയാണ്. രാവിലെ മൂത്രമൊഴിച്ചു, നമ്മൾ കൊണ്ടുപോയി കുളിപ്പിച്ചു, കഴുകി കിടത്തി. 10 മണിക്ക് പിന്നെയും ഒഴിച്ചു, അപ്പോഴും കുളിപ്പിച്ചു. ഉച്ചക്ക് പിന്നെയും കുളിപ്പിച്ചു, വൈകുന്നേരം പിന്നെയും പാത്തി, പിന്നെയും കുളിപ്പിച്ചു. രാത്രി പിന്നെയും മൂത്രമൊഴിച്ചു, ഒരു 3 തവണ, 3 തവണയും കുളിപ്പിച്ചു. ആദ്യത്തെ ആഴ്ചയൊക്കെ നല്ല നോക്കും, ഉമ്മല്ലേ തരും. 1 മാസമൊക്കെ കുഴപ്പമുണ്ടാവില്ല. അടുത്ത മാസമായ പിന്നെന്താ ചെയ്യുക? മനുഷ്യനിപ്പോൾ വേറെ പണിക്കൊന്നും പോണ്ടേ എന്ന് പറയണമെന്നില്ല, തോന്നിപ്പോയാൽ മതി. ഫലാ തഖുൽ ലഹുമാ ഉഫ്. നമ്മൾ ഒരു വെറുപ്പ്, ഒരസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന വാക്കുകൾ, പെരുമാറ്റങ്ങൾ അതുപോലും ചെയ്യാൻ പാടില്ല. എന്താ കാരണം? പ്രായാധിക്യമാകുമ്പോൾ നമ്മൾ വെറുക്കുന്ന സ്വഭാവങ്ങൾ അവരിൽ ധാരാളം കാണാൻ തുടങ്ങും, ധാരാളം ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് അങ്ങനെ വെറുപ്പ് പോലും പ്രകടിപ്പിക്കാൻ പാടില്ല. രാത്രി ഒരുപക്ഷെ കിടന്ന മെത്തയിലേക്ക് മൂത്രമൊഴിച്ചെന്ന് വന്നേക്കും, അങ്ങനല്ലേ? പ്രായമാകുന്ന സമയത്ത് പ്രായാധിക്യമാകുമ്പോ നമ്മളെ സൃഷ്ടിപ്പിൽ അല്ലാഹു തല തിരിച്ചു കൊണ്ടുവരും. 80 വയസ്സുള്ള ഒരാളുടെ അവസ്ഥ 3 വയസ്സുള്ള കുട്ടിയെ പോലെ, 90 വയസ്സുള്ള ഒരാളുടെ അവസ്ഥ 2 വയസ്സുള്ള കുട്ടിയെ പോലെ, 100 വയസ്സായ ഒരാളുടെ അവസ്ഥ 1 വയസ്സായ കുഞ്ഞിനെ പോലെ, 110 വയസ്സായ ആളുടെ അവസ്ഥ 6 മാസമുള്ള കുട്ടിയെ പോലെ. 6 മാസമുള്ള കുട്ടീൻ്റെ പ്രത്യേകത എന്താ മുഹമ്മദാജി? വകതിരിവുണ്ടാവില്ല. വെള്ളമൊക്കെ അല്ലേ, ഭക്ഷണമൊക്കെ ജ്യൂസായി ചാടിച്ചിട്ട് ഇങ്ങനെ ചുണ്ടിലൊട്ടിച്ചു കൊടുക്കും അല്ലേ? 6 മാസമായ കുട്ടിക്കും അങ്ങനെയല്ലേ ചെയ്യാം. 110 വയസ്സായ വാപ്പൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പൊ ദീർഘായുസ് തന്നാൽ അല്ലാഹു തആല സൃഷ്ടിപ്പിൽ തലതിരിച്ചു കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യമായവരെ ഗൗനിക്കണം, പരിഗണിക്കണോ. അവരിൽ നിന്ന് വെറുപ്പ് വരുന്ന സ്വഭാവങ്ങൾ ഉണ്ടാകും. രാത്രി എഴുന്നേൽക്കും, വകതിരിവില്ലാതെയാവും, എന്നിട്ടോ റൂമിന്റെ അകത്ത് മൂത്രമൊഴിച്ചിട്ടുണ്ടാവും. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോ റൂമിൽ കിടന്ന ഉമ്മയുടെ അടുക്കളയിൽ പോയി കിടക്കുന്നു. എന്താണ് തള്ളേ, എന്തമ്മ അങ്ങനൊന്നും പറയരുത്, നിന്നോടത് പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മ നിന്റെ ചെറുപ്പത്തിൽ നീ കടത്തി കിടന്നുറങ്ങിയതാണ് ഉമ്മ. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ നീയുണ്ട് മൂത്രമൊഴിച്ചു വെച്ചിരിക്കുകയാണ്. ഉമ്മ ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെട്ടില്ല. 4 കൊല്ലവും ഉമ്മ കിടന്നുറങ്ങിയത് നിന്റെ മൂത്രത്തിലാണ്. നമ്മുടെ മൂത്രത്തിൽ കിടന്നുറങ്ങിയ പെണ്ണിന്റെ പേരാണ് ഉമ്മ. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. 4 കൊല്ലം നമ്മുടെ മൂത്രത്തിൽ കിടന്നുറങ്ങിയിട്ടും ഒരു വെറുപ്പും നമ്മളോട് കാണിച്ചില്ല. അതുകൊണ്ടടാ നിന്റെ വാപ്പയോട്, നിന്റെ ഉമ്മയോട് അവരുടെ വാർദ്ധക്യ സമയത്ത് എന്തബദ്ധം അവരിൽ നിന്ന് വന്നാലും നീ തിരിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു വഹീറക്കി സംസാരിച്ച വിഷയമാണത്. അല്ലാഹ് ജിബ്രീലിനെ പറഞ്ഞയച്ചിട്ട് സംസാരിച്ച വിഷയ, പഠിപ്പിച്ച വിഷയം. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ. അവരെ വിരട്ടി പേടിപ്പിക്കരുത്. നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞാനവിടെ പോവും, റിവാണ്ട് ചെയ്യും, നിങ്ങൾ ആൾക്കാരുടെ ഇടയിൽ വഷളാവും. വിരട്ടി പേടിപ്പിക്കാനൊന്നും പാടില്ല. വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായി മാത്രമേ അവരോട് നീ സംസാരിക്കാവൂ. ഇതൊന്നും ഏതെങ്കിലും കിതാബിൽ എഴുതി വെച്ച വിഷയമല്ല, ഖുർആൻ നേരിട്ട് പറഞ്ഞുതരാം. ഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. അവർക്ക് നീ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണമെന്ന് ഇതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അതൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. പ്രായാധിക്യമുള്ള ഉപ്പയാണ് അല്ലേ? അവർക്ക് നടക്കാനൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും.
അപ്പം നമ്മുടെ നടത്തിനനുസരിച്ച് പോലെ പിടിച്ചു വലിക്കല്ലേ ചെയ്യണ്ടേ. ഒരിക്കൽ ഉംറക്ക് പോയപ്പോൾ കുറേ ആളുകൾ ഉംറക്ക് കഴിഞ്ഞുള്ള റൂമിലേക്ക് വിട്ടപ്പോൾ ഒരു ഉമ്മയും ഒരു മോളും ഒറ്റവും ബേക്കിലാണ്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഉമ്മയും മോളും തമ്മിൽ തർക്കാം. മോള് പറയും, അമ്മ നടക്കി, എല്ലാവരും റൂമിലെത്തിന്ന് നടക്കിന്ന് പറഞ്ഞ് പിടിച്ചിങ്ങനെ വലിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അമ്മയും മോളും തിറക്കെന്ന് വെച്ചു. അപ്പോൾ മോള് പറയണം, ഉമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുകയാണ്, ഉമ്മക്കൊന്ന് സ്പീഡിൽ നടന്നൂടെ, എല്ലാവരും റൂമിലെത്തി. എന്താ അറിയോ, തവാഫും സായൊക്കെയാണ് ചെയ്തത് മടമ്പ് വേദനയായിട്ട്. ആർക്ക് മൂക്ക് മടമ്പ് വേദന ഉണ്ട്, റൂം പോയിട്ടൊന്ന് കിടക്കണം. ഇതാണ് ഒളിപ്പി പറയണേ, പിടിച്ചു വലിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ അങ്ങനെ ചെയ്യല്ലേ. ഉമ്മ ചെറുപ്പത്തിൽ ചെയ്തതെന്താ, നമ്മൾ നടക്കാൻ തുടങ്ങണ സമയം ഉമ്മാന്റെ പോലെ നടക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഉമ്മാന്റെ മാതിരി നമ്മളെ നടത്താൻ ശ്രമിച്ചതല്ല, നമ്മളെ പോലെ ഉമ്മ നടക്കുക ചെയ്ത്. ഉമ്മാന്റെ നടത്തത്തിന്റെ സ്പീഡ് കുറച്ചതാണ്. എന്തിന്? നമ്മളോട് ഒപ്പിച്ച് നടക്കാൻ. പ്രായമാകുമ്പോ നമ്മൾ ചെയ്യുന്ന പണി എന്താ അറിയോ, നമ്മളോടെ പിടിച്ചു വലിക്കാൻ. എന്തേ? നമ്മളെ കൂടെ നടക്കാൻ ചെയ്യരുത്. അവർക്ക് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഹബീബായി നബി എന്ന് പറയണം, പടച്ചോനെ, ചെറുപ്പകാലത്ത് അവർ എന്നോട് കരുണ ചെയ്ത പോലെ നീ അവരോട് കരുണ ചെയ്യണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ സംസാരിച്ച വിഷയം ഖുർആനും ഹദീസും അല്ല, അതൊന്നും പറഞ്ഞില്ല, ഒക്കെ ഖുർആനിലും ഹദീസിലുള്ളതാണ്. അതുകൊണ്ട് വാപ്പയും ഉമ്മയും ഖനിയാണ്, നിധിയാണ്. ഞാൻ ഇപ്പൊ വാപ്പിമ്മാനെ സംരക്ഷിക്കാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരോട് പറയാം, വിടണ്ട, അനുജന്റെ വീട്ടിലേക്കൊന്നും പറഞ്ഞേക്കണ്ട, പെങ്ങളെ വീട്ടിൽ വാപ്പ പോയി നോട്ടെ എന്ന് തീരുമാനിക്കണ്ട, പിടിച്ചു കൊണ്ടേക്കോളിപ്പാനെ, പിടിച്ചു കൊണ്ടേക്കോളി ഇമ്മാനെ, എന്നിട്ടോ സ്വർഗം വാങ്ങിക്കോളൂ. സ്വർഗം വാങ്ങാനുള്ള അവസരമാണ്, സ്വർഗം വാങ്ങാനുള്ള അവസരമാണ്. വാപ്പിമ്മിം പറഞ്ഞു കൊടുത്തവിടെ നിന്നാളി, അല്ലാഹു തആല വിജയം തരും. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ നാട്ടിലെ വിശ്രുതനായ മോലാളിലെ യൂസുഫ് അലിക്കാക്ക് എന്ത് കിട്ടിയതാ? ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തം കിട്ടിയതാ. മനുഷ്യൻ അത്രമാത്രം വളരാൻ കാരണം. മൂപ്പരെന്നെ പറയല്ലോ, വാപ്പിമ്മിം പറഞ്ഞതിന് ഒന്നും എതിര് പറയില്ല. എൻ്റെ നാട്ടിൽ അന്ന് ഈ ഗൾഫിലൊക്കെ ആ യൂസുഫ് അലി സാഹിബ് ലുലുവൊക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ പറയും, എന്താ ഇന്റർവ്യൂലൊക്കെ പൊട്ടിയാൽ പിന്നെ പറയാ, അത് ഉമ്മാനോട് പോയി പറഞ്ഞാൽ മതി. ഉമ്മ പറയും, മോനെ ആ ഇന്റർവ്യൂവിൽ തോറ്റതാണെങ്കിൽ വെച്ച് എടുത്താളാന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം പിന്നെ ഒരു ഇന്റർവ്യൂ ഇല്ല, ഒരു പരീക്ഷയില്ല, ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. ഉമ്മ എടുത്താളാന്ന് പറഞ്ഞാൽ എടുത്താളാന്ന് തന്നെ.